തൃത്താലയിൽ VT ബൽറാം എന്ന ശക്തനായ കോൺഗ്രസിന്റെ നേതാവ് ഇതാ തിരിച്ചു വരാൻ പോവുകയാണ്. ഏതാണ്ട് 3000 മുതൽ 5000 വോട്ടുകൾക്ക് VT ബൽറാം തൃത്താല മണ്ഡലം ഒരിക്കൽ കൂടി കൈപ്പിടിയിൽ ഒതുക്കുമെന്നാണ് നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. തൃത്താല മണ്ഡലത്തിൽ 8 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. ആനക്കര, ചാലിശ്ശേരി, കപ്പൂർ, നാഗലശ്ശേരി, പരതൂർ, പട്ടിത്തറ, തിരുമുറ്റക്കാട്, തൃത്താല എന്നീ 8 ഗ്രാമപഞ്ചായത്തുകളാണ് തൃത്താല നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. ഇതിൽ തന്നെ ആനക്കര, ചാലിശ്ശേരി, കപ്പൂർ, പട്ടിത്തറ, തൃത്താല പഞ്ചായത്തുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF പിടിച്ചെടുത്തു എന്ന് വേണം പറയാനായിട്ട്. UDF നേടിയത് വലിയ രീതിയിലുള്ള ഒരു വിജയമായിരുന്നു. എന്നാൽ LDFന് തൃത്താല മണ്ഡലത്തിൽ നിലനിർത്താൻ കേവലം 3 പഞ്ചായത്തുകളിൽ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ LDFന് തൃത്താല മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത് നാഗലശ്ശേരി, പരതൂർ, തിരുമിറ്റക്കാട് എന്നീ 3 ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രമാണ് LDFന് ജയിക്കാൻ സാധിച്ചത്. ഈ ഒരു പാറ്റേൺ തന്നെയാണ് VT ബൽറാം വലിയ രീതിയിലുള്ള ഒരു വിജയമാണ് തൃത്താലയിൽ നേടാൻ പോകുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ സൂചന. ചുരുക്കി പറഞ്ഞാൽ ഒരു കാലത്ത് CPMന്റെ ചെങ്കോട്ടയായിരുന്ന തൃത്താല പിന്നീട് കോൺഗ്രസിന്റെ കരുത്ത് തെളിയിച്ച ഒരു നിയോജക മണ്ഡലമായി മാറി. ഇപ്പോൾ ഒരിക്കൽ കൂടി അത് അതേ പാതയിലേക്ക് തന്നെയാണ് VT ബൽറാം എത്തിക്കുക എന്നാണ് നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. ഒത്തൊരുമയുള്ള കോൺഗ്രസ്, ശക്തമായിട്ടുള്ള UDF, സംസ്ഥാനത്ത് ഉടനീളമുള്ള ഭരണവിരുദ്ധ വികാരം, ഈ 3 ഘടകങ്ങളും ഒന്നിച്ചു ചേർന്നാൽ തൃത്താലയിൽ 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ VT ബൽറാം ജയിക്കുമെന്ന് കണക്കുകൂട്ടുന്ന നമ്മൾ മേൽപ്പറഞ്ഞ 3 ഘടകങ്ങളും ഒന്നിച്ചാൽ ഒരു പക്ഷേ 5000 എന്നുള്ളത് 25,000 ആയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും VT ബൽറാം എന്ന കോൺഗ്രസിന്റെ UDFന്റെ ശക്തനായ സാരഥി തന്റെ കോട്ടയിലേക്ക് തിരിച്ചെത്താൻ പോവുകയാണ്. ആ സുദിനത്തിന് ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. UDF തരംഗത്തിൽ തൃത്താലയ്ക്കും നിർണായകമായ സ്ഥാനമുണ്ട് എന്നാണ് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന ഒരു കാര്യം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.